Divine Thoughts, a journey to the innermost recesses of our soul. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വലിയ നോമ്പിലെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വലിയ നോമ്പ് കാലം ജീവിത നവീകരണത്തിനുള്ള കാലമാണ്. ജീവിത നവീകരണം സാധ്യമാകുന്നത് നമ്മുടെ മനോഭാവങ്ങളിൽ അടിസ്ഥാനമായ വ്യതിയാനം വരുമ്പോഴാണ്. തന്റെ ജീവിതത്തിൽ മനോഭാവങ്ങളിൽ മാറ്റിക്കൊണ്ട് ജീവിത പരിവർത്തനം വരുത്തുന്ന സക്കേവൂസിന്റെ ചരിത്രമാണ് ഇന്നത്തെ സുവിശേഷത്തില്, ലൂക്കായുടെ സുവിശേഷം 19 അധ്യായത്തിലെ ആദ്യത്തെ 10 വാക്യങ്ങളിലൂടെ തിരുസഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. സമ്പത്തിനോടുള്ള തന്റെ ബന്ധം ദൈവരാജ്യ പ്രവേശനത്തിന്, ഈശോയെ കാണുന്നതിന്, സ്വീകരിക്കുന്നതിന് തടസ്സമായേക്കാമെന്ന് ഉള്ള അവസ്ഥയിൽ നിന്ന് വിമോചിതനായി മനോഭാവത്തിലുള്ള മാറ്റത്തിലൂടെ ദൈവരാജ്യത്തിന് അർഹനായി തീരുന്ന, ഈശോയെ സ്വന്തം ഭവനത്തിൽ സ്വീകരിക്കുന്നതിന് ഭാഗ്യം ലഭിക്കുന്ന സക്കേവൂസിന്റെ ചരിത്രമാണ് നമ്മൾ കാണുന്നത്. മത്തായിയുടെ സുവിശേഷം 19 അധ്യായം 23 വാക്യത്തിൽ ഈശോ പറയുന്നുണ്ടല്ലോ, സമ്പന്നർക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക ദുഷ്കരമാണ് എന്ന്. ദുഷ്കരമാണ് എന്ന് എവിടെന്ന് പറയുന്നുള്ളൂ, അസാധ്യമാണെന്ന് പറയുന്നില്ല. ദുഷ്കരമായ ഈ പാത പിന്നിട്ടവനാണ് സക്കേവൂസ്. എന്താണ് ഈ ഒരു രക്ഷയുടെ മാർഗത്തിലേക്ക് വരുന്നതിന് സക്കേവൂസിന് സഹായകമായത്? ഒന്നാമത്, ഈശോയെ കാണുവാനുള്ള ആഗ്രഹം സക്കേവൂസിനുണ്ടായിരുന്നു. കാണുന്നതിനുള്ള ഈ ആഗ്രഹത്തിൽ നിന്ന് തടസ്സമായതെല്ലാം അവഗണിക്കുവാനുള്ള ധൈര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. സമൂഹത്തിൽ വലിയ സമ്പന്നനായിരുന്ന, സ്ഥാനമുണ്ടായിരുന്ന ചുങ്കക്കാരൻ, പ്രധാനിയായിരുന്നു അദ്ദേഹം, വലിയ സമ്പന്നനായിരുന്നു. പക്ഷെ ഇതൊന്നും അദ്ദേഹത്തെ ഈശോയെ കാണുന്നതിനുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിൽ നിന്ന് തടസ്സപ്പെടുത്തിയില്ല. അത് മാത്രവുമല്ല, പൊക്കം കുറവായിരുന്നതുകൊണ്ട് ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് കാണാൻ സാധിക്കാതിരുന്നതിനാൽ ഈശോ പോകേണ്ടിയിരുന്ന വഴിയിൽ അത്തിമരത്തിൽ കയറിയിരിക്കുവാനും അദ്ദേഹത്തിന് ലജ്ജയില്ലായിരുന്നു. സമൂഹത്തിൽ ഉന്നത സ്ഥാനീയനായിരുന്ന ഈ സക്കേവൂസ് മരത്തിൽ കയറി ഇലകൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന ആ സംഭവം രംഗമൊന്ന് മനസ്സിൽ ഓർക്കുക. പക്ഷെ അതൊന്നും അദ്ദേഹത്തെ സംബന്ധിച്ച് ഈശോയെ കാണുന്നതിനുള്ള ആഗ്രഹത്തിൽ നിന്ന് തടസ്സം നിന്നില്ല. ഇതേക്കുറിച്ചാണ് അലക്സാൻഡ്രിയയിലെ സിറിൽ പിതാവ് പറയുന്നത്, ഈശോയെ നമ്മൾ കാണണമെങ്കിൽ നമ്മൾ അത്തിമരത്തിലേക്ക് കയറേണ്ടതുണ്ട്. കയറുമ്പോൾ ഈ പറയുന്ന സമൂഹത്തിൽ നിന്നുണ്ടായേക്കാവുന്ന അവജ്ഞ നമ്മൾ അനുഭവിക്കേണ്ടി വന്നേക്കാം. പക്ഷേ അതൊന്നും അതിന് തടസ്സമായി നിൽക്കരുത് എന്നാണ് സക്കേവൂസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഈ ഒരു ആഗ്രഹമുണ്ടായാൽ മതി, ഈശോയെ ഒരു നോക്ക് കാണുവാനുള്ള ആഗ്രഹമുണ്ടായാൽ മതി. അവിടുന്ന് നമ്മെ കാണുമെന്ന് മാത്രമല്ല, നമ്മുടെ അതിഥിയായി നമ്മുടെ ഹൃദയങ്ങളിൽ, നമ്മുടെ ഭവനങ്ങളിൽ അവിടുന്ന് വന്ന് വസിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് അവിടുന്ന് സക്കേവൂസിനോട് പറഞ്ഞത്, വേഗം ഇറങ്ങി വരൂ, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. സക്കേവൂസ് വലിയ സന്തോഷത്തോടെ ഇറങ്ങി വന്ന് ഈശോയെ സ്വീകരിക്കുന്നു. ഈശോയെ സ്വന്തം സ്വീകരിക്കുകയും സ്വന്തം ഭവനത്തിൽ ഒരു വിരുന്നൊരുക്കുകയും ചെയ്യുന്നു. ഇത് കാണുന്ന യഹൂദ നേതൃത്വം ഈശോയ്ക്കെതിരെ പിറുപിറുക്കുകയാണ്. ഇവൻ പാപികളെ സ്വീകരിക്കുന്നു, പാപികളോട് ഭക്ഷണം കഴിക്കുന്നു. ഇതിനു മുൻപ് നമ്മൾ ഈ രംഗം കണ്ടിട്ടുള്ളതാണ്. 15 അധ്യായത്തിന്റെ ആരംഭത്തിലും ഈശോ പാപികളുടെ കൂടെ സൗഹൃദം പങ്കിടുന്നത്, അവരുടെ കൂടെ ഭക്ഷിക്കുന്നത് യഹൂദ നേതൃത്വത്തിന് ഒരിക്കലും ദഹിക്കുകയില്ലായിരുന്നു. പക്ഷെ ഇതൊന്നും സക്കേവൂസിനെ ബാധിക്കുന്നില്ല. അദ്ദേഹം പറയുകയാണ്, എഴുന്നേറ്റ് നിന്ന് പറയുന്നു, എന്റെ സമ്പത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. സക്കേവൂസിന്റെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റമാണിത്. മനോഭാവത്തിലുണ്ടാകുന്ന മാറ്റമാണ്. സമ്പത്തിനോടുള്ള അദ്ദേഹത്തിന്റെ മനോഭാവത്തിൽ മാറ്റം വരുന്നു. അദ്ദേഹം പറയുന്നു, എന്റെ സമ്പത്തിൽ പകുതി ഞാൻ ദരിദ്രർക്കായി കൊടുക്കുന്നു. ദൈവത്തിന്റെ ദാനമാണ് സമ്പത്ത് എന്നും അതിന്റെ കാര്യസ്ഥത മാത്രമേ തനിക്കുള്ളൂവെന്നും അത് മറ്റുള്ളവർക്ക് വേണ്ടി കൂടിയുള്ളതാണ്, അവർക്കും അതിന് അർഹതയുണ്ട് എന്നുമുള്ള ആ ബോധ്യമാണ്, ആ മനോഭാവത്തിലേക്കുള്ള വളർച്ചയാണ് യഥാർത്ഥത്തിൽ സക്കേവൂസിലുണ്ടായ മാനസാന്തരം. എന്തുകൊണ്ടാണ് പകുതി സൂക്ഷിച്ചു വെച്ചത്? അതിനെക്കുറിച്ച് സഭാപിതാവായ ആഗസ്തിനോസ് പറയും, അദ്ദേഹം പകുതി സൂക്ഷിച്ചു വെച്ചത് താൻ ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരികെ കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല, തിരികെ കൊടുക്കുന്നത് എന്തെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ അതിന് 4 ഇരട്ടിയായിട്ട് 4 മടങ്ങ് തിരികെ കൊടുക്കുകയാണ്.
ഇതാണ് ജീവിതത്തിലുണ്ടാകുന്ന, ഈശോയെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചു കഴിയുമ്പോഴുണ്ടാകുന്ന മനോഭാവത്തിലെ മാറ്റം. ഇതാണ് തങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള തെറ്റുകൾക്ക് പരിഹാരം ചെയ്യുവാനുള്ള സന്നദ്ധത, തനിക്കുള്ളത് ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കുവാനുള്ള മനോഭാവം. ഇപ്രകാരം നമ്മുടെ മനോഭാവങ്ങളിൽ അടിസ്ഥാനപരമായ മാറ്റമുണ്ടായി കഴിയുമ്പോൾ അവിടെ രക്ഷ കൈവന്നു കഴിഞ്ഞു, നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. സക്കയൂസാണ് മാനസാന്തരപ്പെട്ടത്. പക്ഷേ സക്കയൂസിന്റെ ഈ മാനസാന്തരം അദ്ദേഹത്തിന് മാത്രമല്ല, ആ കുടുംബത്തിന് മുഴുവനും ഒരു അനുഗ്രഹ സ്രോതസ്സായി മാറി. അദ്ദേഹത്തിന്റെ ജീവിത പരിവർത്തനത്തിലൂടെ ആ കുടുംബം രക്ഷപ്പെടുകയാണ്. സക്കേവൂസ് അബ്രാഹത്തിന്റെ പുത്രനായിരുന്നു. യഹൂദ വംശത്തിലാണ് ജനിച്ചിരുന്നത് എങ്കിലും ഈ പേരിന് അർഹതയില്ലാതെയാണ് ജീവിച്ചത് ഇതുവരെ. കാരണം അദ്ദേഹം സമ്പത്തിനടിമയായിരുന്നു. ആ അടിമത്തത്തിൽ നിന്ന് വിമോചിതനായി കഴിയുമ്പോൾ ഈശോ പറയുകയാണ്, ഇവനെ തേടിയാണ് ഞാൻ വന്നത്. നഷ്ടപ്പെട്ടു പോയതിനെ, നശിച്ചു പോയതിനെ തേടി കണ്ടുപിടിക്കുവാനും രക്ഷിക്കുവാനുമാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ഇവനും അബ്രാഹത്തിന്റെ പുത്രനാണ് എന്നാണ് ഈശോ പറയുന്നത്. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. ഈശോ നൽകുന്ന രക്ഷയെക്കുറിച്ച് സുവിശേഷത്തിലുടനീളം ലൂക്ക പരാമർശിക്കുമ്പോൾ ഇന്ന് എന്നുള്ള പ്രയോഗം കാണാം. രക്ഷയുടെ ഇന്ന് എന്നാണ് ലൂക്ക ഉദ്ദേശിക്കുന്നത്. ഈശോയുടെ ജനനവേളയിൽ ഇടയന്മാരോട് മംഗളകരമായ വാർത്ത, മഹാസന്തോഷത്തിന്റെ വാർത്ത, ഈശോയുടെ ജനന വാർത്തയെ അറിയിക്കുമ്പോൾ പറയും 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ, ഇതാ ഇന്ന് നിങ്ങൾക്കായി ഒരു രക്ഷകൻ ദാവീദിന്റെ പട്ടണത്തിൽ കർത്താവായ മിശിഹ ജനിച്ചിരിക്കുന്നുവെന്ന്. ഈശോയുടെ മനുഷ്യാവതാരമാണ് രക്ഷയുടെ ഇന്നിന്റെ ആരംഭം. അത് പരസ്യമായി പ്രഘോഷിക്കപ്പെട്ടു തുടങ്ങിയത് ഈശോയുടെ പരസ്യജീവിതത്തിന്റെ ആരംഭത്തിലാണ്, പരസ്യജീവിതത്തിലുടനീളമാണ്. അതുകൊണ്ടാണ് പരസ്യജീവിതം ആരംഭിക്കുന്ന നസ്രത്തിലെ സെനഗോഗിൽ വെച്ച് ഏഷ്യാനീവ്യായിൽ നിന്ന് വായിച്ചിട്ട്, കർത്താവിന്റെ അരൂപി എന്റെ മേലുണ്ട്, അവനെന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി എന്നുള്ള ആ ഭാഗം വായിച്ചിട്ട് ഈശോ പറയും 4-ാം അധ്യായം 21-ാം വാക്യത്തിൽ, ഇന്ന് നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നുവെന്ന്. പരസ്യജീവിതത്തിന്റെ അവസാന ഘട്ടത്തോട് അടുക്കുന്ന രംഗമാണല്ലോ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. സക്കേവൂസിന്റെ ജെറീക്കോയിലെ ഈ അനുഭവം അത് പരസ്യജീവിതത്തിന്റെ അവസാന ഘട്ടമാണ്. ഇനി അങ്ങോട്ട് യോർസലേമിൽ പ്രവേശിക്കുന്നു, സഹനമരണോത്ഥാനങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് അവിടുന്ന്. അപ്പോൾ പരസ്യജീവിതം അവസാനിക്കാറാകുമ്പോഴും ഇതാ 19-ാം അധ്യായത്തിൽ 2 തവണ 5-ാം വാക്യത്തിലും 9-ാം വാക്യത്തിലും നമ്മൾ കാണുന്നു, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കണം, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. ഈശോയിൽ ലഭ്യമാകുന്ന, സംലഭ്യമാകുന്ന ആ രക്ഷയുടെ കാലഘട്ടമാണ് ഇന്ന് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈശോയുടെ ഈ ഭൂമിയിലെ അസ്തിത്വത്തിന്റെ അവസാന നിമിഷം കുരിശിൽ കിടന്നുകൊണ്ട് അവിടുന്ന് നല്ല കളനോട് പറയുന്നത് ഇത് തന്നെയാണ്. 23-ാം അധ്യായം 43-ാം വാക്യത്തിൽ, ഇന്ന് നീ എന്നോടുകൂടി പർദീസായിലായിരിക്കും. മനുഷ്യാവതാരത്തിൽ ആരംഭിച്ച് പരസ്യജീവിതത്തിലുടനീളം രക്ഷയുടെ അനുഭവം പകർന്നു നൽകിക്കൊണ്ട് കുരിശിൽ അവിടുന്ന് ഇന്ന് നീ എന്നോട് പർദീസായിലായിരിക്കുമെന്ന് പറയുമ്പോൾ നല്ല കളനെയും ആ രക്ഷയിലേക്ക് പങ്കുചേർക്കുകയാണ്. ആ ഭാഗ്യമാണ് സക്കേവൂസിന് ലഭിച്ചത്. മിശിഹായുടെ മനുഷ്യാവതാരത്തിലൂടെ ഈ ഭൂമിയിലെ ജീവിതത്തിലൂടെ സാധ്യമായ ആ രക്ഷയിൽ അദ്ദേഹവും പങ്കുചേരുകയായിരുന്നു. അദ്ദേഹത്തിന് തടസ്സമായി ഇതുവരെ നിന്നിരുന്നത് സമ്പത്തിനോടുണ്ടായിരുന്ന ആ ബന്ധമാണ്. സമ്പത്തിനോട് ക്രൈസ്തവർക്കുണ്ടാകേണ്ടത്, ഈശോയെ അനുഗമിക്കുന്നവർക്കുണ്ടാകേണ്ട, ശിഷ്യർക്കുണ്ടാകേണ്ട മനോഭാവം എന്തായിരിക്കണമെന്നാണ് ഈ സംഭവത്തിലൂടെ ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുക. സക്കേവൂസിനെ കുറിച്ച് പറയുന്നത് ഇവനും അബ്രാഹത്തിന്റെ പുത്രനായിരുന്നു എന്നാണല്ലോ. അബ്രാഹാം എപ്രകാരമായിരുന്നു സമ്പത്തിനോട് മനോഭാവം പുലർത്തിയിരുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് പഴയ നിയമത്തിലെ ആദ്യത്തെ വായന. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, ഈജിപ്തിൽ നിന്ന് മടങ്ങി വരുന്ന അബ്രാഹത്തിനും സഹോദരപുത്രനായ ലോത്തിനും വലിയ സമ്പത്തുണ്ടായിരുന്നു എന്നാണ്. കന്നുകാലികളും ആടുമാടുകളും എല്ലാം വലിയ സമ്പത്തുണ്ടായിരുന്നു. അപ്പോൾ ഈ സമ്പൽ സമൃദ്ധി തങ്ങളുടെ സാഹോദര്യത്തിന് തടസ്സമാകരുത് എന്ന് അബ്രാഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. അബ്രാഹാം പറയുകയാണ് ലോത്തിനോട്, നമ്മൾ സഹോദരന്മാരാണ്, നമ്മുടെ ആടുമാടുകളും നമ്മുടെ ഭൃത്യന്മാരും തമ്മിൽ കലഹമുണ്ടാകരുത്, അതുകൊണ്ട് നമുക്ക് സമാധാനപരമായി വേർപിരിയാം. നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് നീ പൊക്കൊള്ളുക, ബാക്കി സ്ഥലത്ത് ഞാൻ താമസിച്ചുകൊള്ളാം. ഇതാണ് അബ്രാഹത്തിന്റെ മനോഭാവം. സമ്പത്തിനോടുള്ള മനോഭാവം ഇതായിരുന്നു അബ്രാഹത്തിന്. മൂപ്പസ്ഥാനം വെച്ച് അബ്രാഹത്തിന് വേണമെങ്കിൽ ആദ്യം പറയാമായിരുന്നു, ഞാൻ ഇന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്, നീ ബാക്കിയുള്ളത് എടുത്താൽ മതിയെന്ന്. അങ്ങനെയല്ല അബ്രാഹാം പറഞ്ഞത്. അബ്രാഹാം സഹോദരപുത്രനായ ലോത്തിന് അവകാശം നൽകുകയാണ്. തനിക്കുണ്ടായിരുന്ന ആ അവകാശം പരിത്യജിക്കുവാൻ അദ്ദേഹം തയ്യാറാവുകയാണ്.
വിട്ടുകൊടുക്കാൻ തയ്യാറാകുകയാണ്. ഈ ഒരു മനോഭാവം ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടെങ്കിൽ എത്രയോ കലഹങ്ങളും വഴക്കുകളും ഒഴിവാക്കാൻ സാധിക്കും. സമ്പത്ത് ഭാഗം വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്, വീതം വയ്ക്കുമ്പോൾ, സമ്പത്ത് ഓഹരി പങ്കിടുമ്പോൾ എന്തുമാത്രം കലഹങ്ങളാണ് കുടുംബങ്ങൾ ഉണ്ടാകുന്നത്. സഹോദരന്മാർ തമ്മിൽ പരസ്പരവും മാതാപിതാക്കളും മക്കളും തമ്മിലുമൊക്കെ എന്തുമാത്രം വഴക്കുകൾക്ക് ഈ സമ്പത്തിൻ്റെ ഭാഗിക്കൽ കാരണമായി തീരാറുണ്ട്. അബ്രാഹത്തെ പോലെ ഒരല്പം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നുവെങ്കിൽ എത്രയോ സമാധാനം നമ്മുടെ കുടുംബങ്ങളിൽ സംജാതമാകും, കുടുംബങ്ങളും രക്ഷിക്കപ്പെടും. പ്രഭാഷകന്റെ പുസ്തകം 31-ാം അധ്യായത്തിൽ നമ്മൾ ഇത് തന്നെയാണ് വായിക്കുന്നത്. സമ്പത്തിനോടുള്ള അമിതമായ ആഗ്രഹം നമ്മുടെ ജീവനം തന്നെ നശിപ്പിക്കും, ഉത്കണ്ഠ വർദ്ധിപ്പിക്കും, നമ്മുടെ ഉറക്കമില്ലാതെയാക്കും എന്നെല്ലാം പറയുമ്പോൾ സമ്പത്തിൽ നിന്ന് അകന്നു നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് പ്രഭാഷകൻ നമ്മെ ഓർമ്മിപ്പിക്കുക. അദ്ദേഹം പറയും, ഉപജീവനത്തിന് വേണ്ടി നമ്മൾ അധ്വാനിച്ച് വേണം സമ്പാദിക്കുവാൻ. അവിഹിതമായ മാർഗത്തിലൂടെ, അന്യായമായ രീതിയിലൂടെ, അധർമ്മത്തിലൂടെ നമ്മൾ സമ്പാദിക്കരുതൊരിക്കലും. അധ്വാനിച്ച് നമ്മൾ സമ്പാദിക്കണമെന്ന് പൗലോസ്ലീഹ പുതിയ നിയമത്തിലെ ആദ്യത്തെ വായനയിലെ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അത് തന്നെയല്ലേ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുവാനും അങ്ങനെ ഈ അത്യാഗ്രഹത്തിൽ നിന്ന്, സമ്പത്തിനോടുള്ള അമിതമായ ആഗ്രഹത്തിൽ നിന്ന് മാറി നിൽക്കുവാനുമുള്ള ആഹ്വാനമല്ലേ സ്ലീഹായി നൽകുന്നത്. ധനമോഹം വലിയ തിന്മകൾക്ക് കാരണമാകും, അത് ചിലപ്പോൾ നമ്മെ വിശ്വാസത്തിൽ നിന്ന് പോലും വ്യതിരിപ്പിച്ചേക്കാം എന്നുമാണ് സ്ലീഹ പറയുന്നത്. അതുകൊണ്ടാണ് കൊലോസ്യർക്കുള്ള ലേഖനം 3-ാം അധ്യായത്തിൽ പൗലോസ്-ലീഹ 5-ാം വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ, ധനമോഹമാകുന്ന, ദ്രവ്യാഗ്രഹമാകുന്ന വിഗ്രഹാരാധന എന്നാണ് പറയുന്നത്. അതിനെ വിഗ്രഹാരാധനയോടാണ് പൗലോസ്-ലീഹ ഉപമിക്കുന്നത്. കാരണം വിഗ്രഹാരാധന എന്താണ് ചെയ്യുന്നത്? ദൈവത്തെക്കുറിച്ചുള്ള അജ്ഞതയിൽ ജീവിക്കുകയാണ്. ദൈവമില്ല എന്നുള്ള ചിന്തയിൽ, ഭൗതികമായ ജീവിതം മാത്രമേ ഉള്ളൂ എന്നുള്ള ചിന്തയിൽ ഭൗതിക സമ്പത്ത് ആർജിക്കുന്നതിനും അത് മുറുകെ പിടിച്ച് ജീവിക്കുന്നതിനും ശ്രമിക്കുന്നവനാണ് അവൻ വിഗ്രഹാരാധന തുല്യമാണ് എന്നാണ് സ്ലീഹ കൊലോസ്യരോട് സഭ അറിയുന്നത്. പൗലോസ് ലീഹ നൽകുന്ന ഈ ആഹ്വാനവും സക്കയൂസിൻ്റെ ഈ മാതൃകയും എല്ലാം ഈ നോമ്പ് കാലത്ത് നമ്മുടെ ജീവിത പരിവർത്തനത്തിനും സഹായകമാകട്ടെ. സമ്പത്തിനോടുള്ള നമ്മുടെ മനോഭാവത്തിൽ മാറ്റം വരുത്തുവാൻ. സമ്പൽ സമൃദ്ധി അത് ദൈവത്തിൻ്റെ ദാനമാണ്. നമുക്കതിന് കാര്യസ്ഥത മാത്രമേ ഉള്ളൂ എന്നും, കാര്യസ്ഥത വിവേകപൂർവമുള്ള കാര്യസ്ഥത എന്ന് പറയുന്നത് ഇല്ലാത്തവരുമായി പങ്കുവെക്കുമ്പോഴാണ് എന്നും നമുക്ക് മനസ്സിലാക്കുവാനും നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള തെറ്റുകൾക്ക് പരിഹാരം ചെയ്യുവാനും സാധിക്കുമ്പോൾ സക്കയൂസിനെ പോലെ നമ്മളും അനുഗ്രഹീതരാകും, നമ്മുടെ കുടുംബത്തിനും രക്ഷ ലഭിക്കും. അതുതന്നെയാണ് ഈ നോമ്പുകാലം നമുക്ക് നൽകുന്ന അവസരവും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.